നമസ്കാരം, ഞാൻ ആചാര്യ ആനന്ദ് കൃഷ്ണൻ. സിനിമ സംഗീത സംവിധായകനാണ്. സിനിമയും സംഗീതത്തെയും സ്നേഹിക്കുന്ന ഒരു എളിയ കലാകാരനാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് വളരെ പ്രസിദ്ധമായ തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു സംഗീത ആൽബവുമായുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. മൂകാംബിക മുതൽ അഷ്ടലക്ഷ്മി ഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗീത ആൽബം 2015-16 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ തുടങ്ങി വച്ചിരുന്നു. മൂകാംബിക, കാടാമ്പുഴ, മതിക്കുന്ന്, കൊടുങ്ങല്ലൂർ, തിരുവരാനിക്കുളം, ചോറ്റാനിക്കര, ആറ്റുകാൽ, ദേവി, കന്യാകുമാരി എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുടെ ഗാനം ആലപിപ്പിക്കുക ഗായികമാരെ കൊണ്ടെന്നുള്ള പ്രൊജക്റ്റാണ്. പിന്നീട് അത് പല കാരണങ്ങളെ കൊണ്ടും നമ്മളുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മാന്ദ്യവും അതുപോലെ തന്നെ കൊറോണ, വെള്ളപ്പൊക്കം തുടങ്ങിയ നമ്മൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രൊജക്റ്റുകൾ നീങ്ങിപ്പോയതാണ്. ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് നീക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ മതിക്കുന്ന് ക്ഷേത്രത്തിൽ എല്ലാ ബുധനാഴ്ചയും കാര്യസിദ്ധി പൂജയും വളരെയധികം പേര് അന്നദാനത്തിൽ പങ്കെടുക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ദിനവും നിരവധി പേർക്ക് അവിടെ അന്നദാനം നൽകുന്നുണ്ട്. അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ കമ്മിറ്റിയും സജീവമാണ്. ഞാൻ മിക്കവാറും മാസങ്ങളിലെല്ലാം അവിടെ പോവാറുണ്ട്. എല്ലാ മാസവും മതിക്കുന്ന് ക്ഷേത്രത്തിന്റെ ഭക്തരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ എല്ലാ മാസവും ഒരു വീഡിയോ പുറത്തിറക്കാനും അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനും ഉദ്ദേശിക്കുന്ന ഒരു സദുദ്ദേശത്തിന്റെ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ. എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാ നാട്ടുകാരുടെയും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള എല്ലാ ഭാഷയിലെ ഭക്തജനങ്ങളുടെയും സഹകരണവും സാമീപ്യവും തൃശ്ശൂർ മതിക്കുന്ന് ക്ഷേത്രത്തിന് ലഭിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ പുറത്തിറങ്ങുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയാണ് ഈ ഗാനങ്ങൾ 8 ഗാനങ്ങളും അഷ്ടലക്ഷ്മി ഗീതങ്ങൾ ആലപിക്കുന്നത്. വൈക്കം വിജയലക്ഷ്മിയുടെ പ്രോഗ്രാം കോർഡിനേറ്ററായി ഏകദേശം 7 വർഷമായി ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ റീസെൻ്റായി ദശാവതാരം 10 ഗാനങ്ങൾ മലയാളം ഞങ്ങൾ പൂർത്തീകരിച്ചു. അത് 10 ഭാഷയിലേക്ക് ഞങ്ങൾ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി അത് റിലീസിങ്ങിന് ഒരുങ്ങുകയാണ്. ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, ദശാവതാരം, ആനന്ദ സംഗീതോത്സവം, ഗുരുവായൂരപ്പ ഭക്തസംഘം എന്ന ഒരു സംഘം രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ശ്രീമുരുകൻ്റെ ആറുപടൈ വീട്, തിരുപ്പുറകുണ്ടം, തിരുച്ചെന്തൂർ, പഴനി, സ്വാമിമല, തിരുത്തണി, പഴമുതിർച്ചോല ഈ ക്ഷേത്രങ്ങളുടെ ഗാനങ്ങളും വൈക്കം വിജയലക്ഷ്മി ആലപിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ 108 ദുർഗാലയങ്ങൾ നമ്മളുടെ ഭാരതത്തിൽ മൂകാംബിക മുതൽ കന്യാകുമാരി വരെ നിലനിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ഗാനങ്ങളും വൈക്കം വിജയലക്ഷ്മി ആലപിച്ച് ഞങ്ങൾ റിലീസിങ് ചെയ്യേണ്ട വലിയൊരു പ്രവർത്തനത്തിലാണ്. അതുപോലെ ഗാനഗന്ധർവന്റെ 85ാം ജന്മദിനത്തിന് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയും സംഗീത സംവിധായകനായി ഞാനും ചേർന്ന് കേരളം എൻ്റെ കേരളം, ഭാരതം എൻ്റെ ഭാരതം എന്ന 2 ദേശഭക്തി ഗാനങ്ങൾ ഞങ്ങൾ അണിയിച്ചൊരുക്കുകയാണ്. 101 ഗായകന്മാരാണ് അതിൽ പങ്കെടുക്കുന്നത്, ഗാനഗന്ധർവനടക്കം. അതിൻ്റെയൊക്കെ വളരെയധികം പ്രവർത്തനത്തിന്റെ തിരക്കിലാണ് ഞങ്ങൾ. അതോടൊപ്പം ദേവിയുടെ ഈ വീഡിയോ ചെയ്യാനും എന്നെ ഏൽപ്പിച്ചതിനും ഇത് കൃത്യമായി ചെയ്യാനും എല്ലാവിധ ദൈവാനുഗ്രഹവും നിങ്ങളുടെ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകണം എന്ന് ഈ സമയത്ത് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ദേവീശരണം തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രക്ഷേമ സമിതി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പുതുതലമുറയിലെ കുട്ടികൾക്കായി വീടിന്റെ ക്ഷേമത്തിന് നാടിന്റെ സുരക്ഷയ്ക്ക് എന്ന ലക്ഷ്യത്തോടെ മതിക്കുന്ന് ഗുരുകുല സനാതന ധർമ്മ പാഠശാല എല്ലാ ഞായറാഴ്ചകളിലും ഗുരുകുലം ക്ലാസുകൾ നടത്തിവരുന്നു. നമ്മുടെ മക്കളെ ഊർജ്ജസ്വലതയുള്ളവരും സ്വയം രക്ഷയ്ക്ക് വേണ്ടി പ്രാപ്തരാക്കുന്നതിന് ചെറിയ ഫീസോടുകൂടി കുംഫു ക്ലാസുകൾ നടത്തിപ്പോരുന്നു. തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രക്ഷേമ സമിതിയും തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ ദിവസവും യോഗ ക്ലാസ് നടന്നു പോരുന്നു. ആതുര സേവനങ്ങളുടെ ഭാഗമായി ഐ വിഷൻ ഹോസ്പിറ്റൽ തൃശൂരും വൈദ്യരത്നം ആയുർവേദ റിസർച്ച് സെന്റർ തൈക്കാട്ടുശ്ശേരിയും കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും ക്യാമ്പുകൾ നടന്നു വന്നു. അതിന്റെ ഭാഗമായി 200-ൽ പരം പേർക്ക് സൗജന്യമായി നേത്ര ശസ്ത്രക്രിയ നടത്തുവാൻ നമുക്ക് സാധിച്ചു. ആതുര സേവനങ്ങൾക്കായി ആംബുലൻസ് സൗകര്യവും നൽകി വരുന്നു. നമ്മുടെ കുട്ടികളിലെ കലാകായിക സാഹിത്യ വാസനകൾ വളർത്തിയെടുക്കുന്നതിന് വർഷം തോറും മത്സരങ്ങൾ നടത്തുകയും അതിൽ വിജയിക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നടത്തിവരുന്നു. അന്നദാനപ്രിയയായ മതിക്കുന്നിലമ്മയുടെ തിരുനടയിൽ നിത്യേന നിരവധി ഭക്തജനങ്ങൾക്ക് പ്രസാദൂട്ട് നടത്തിവരുന്നുണ്ട്.